കൂടുതൽ വാർത്തകളിലേക്ക് കടക്കുന്നു. സുപ്രധാന വാർത്തയാണ്. മുഖ്യമന്ത്രിയെക്കുറിച്ച് ഡോക്യുമെന്ററിയുമായി സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ 15 ലക്ഷം രൂപ ചെലവിട്ട് നിർമ്മിക്കുന്ന ഡോക്യുമെന്ററിയുടെ ഷൂട്ടിംഗ് ആരംഭിച്ചു. ഡോക്യുമെന്ററിയുടെ സ്വിച്ച് ഓൺ കർമ്മം ഈ മാസം 21-ന് മുഖ്യമന്ത്രി തന്നെയാണ് നിർവഹിക്കുന്നത്. വിവരങ്ങളുമായി സൂര്യഗായത്രിയാണ് ചേരുന്നത്. സൂര്യ, ഈ അസോസിയേഷന്റെ സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ നേരത്തെ മുഖ്യമന്ത്രിയെക്കുറിച്ചൊരു പാട്ട് പുറത്തിറക്കിയതിൽ തുടർന്നുണ്ടായ വിവാദങ്ങളൊന്നും ഇനിയും കെട്ടടങ്ങിയിട്ടില്ല. ഇപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് ഇപ്പോൾ ഈ ഒരു നീക്കം കൂടി നടക്കുന്നത്. എങ്ങനെയാണ് വിവരങ്ങൾ? പിണറായി വിജയൻ ദി ലെജൻഡ് എന്നൊരു ഡോക്യുമെന്ററിയാണ് സെക്രട്ടേറിയറ്റിലെ CPM സർവീസ് സംഘടനയായിട്ടുള്ള എംപ്ലോയീസ് അസോസിയേഷൻ തയ്യാറാക്കാൻ പോകുന്നത്. അതിന്റെ ഷൂട്ടിംഗ് ആരംഭിച്ച് കഴിഞ്ഞു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇതിന്റെ സംവിധാനമൊക്കെ ഇത് ഏൽപ്പിച്ചിരിക്കുന്നത്, ഡോക്യുമെന്ററിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിരിക്കുന്നത് നേമം സ്വദേശിയായിട്ടുള്ള ഈ സിനിമാ ഫീൽഡിൽ തന്നെ വർക്ക് ചെയ്യുന്ന അൽത്താഫ് എന്നുള്ളൊരു വ്യക്തിയാണ് എന്നുള്ളതാണ് അറിയുന്നത്. ഈ വീഡിയോയുടെ ഡോക്യുമെന്ററിയുടെ സ്വിച്ച് ഓൺ കർമ്മം ഈ മാസം 21-ന് സെൻട്രൽ സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്ന പരിപാടിയിൽ നടക്കും. അത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് ഡോക്യുമെന്ററിയും സ്വിച്ച് ഓൺ ചെയ്യാൻ പോകുന്നത്, കർമ്മം നിർവഹിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. സെക്രട്ടറി അസോസിയേഷന്റെ വാർഷികാഘോഷ പരിപാടിയിൽ മുഖ്യമന്ത്രിയെ കുറിച്ചുള്ളൊരു വാഴ്ത്ത് പാട്ട്, അതായിരുന്നു തുടക്കം. ഈ വാർഷികാഘോഷ പരിപാടികളുടെ തുടക്കം മുഖ്യമന്ത്രിയെ കുറിച്ചുള്ള ഒരു വാഴ്ത്തുപാട്ടായിരുന്നു. ആ പാട്ട് റിലീസായതിനു പിന്നാലെ വലിയ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. കൂടാതെ തന്നെ മുഖ്യമന്ത്രിയെ കുറിച്ച് ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുള്ള വാഴ്ത്തുപാട്ടിലൊക്കെ വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചിട്ടുമുണ്ടായിരുന്നു. ആ ഘട്ടത്തിലാണ് ഇപ്പോൾ ഒരു ഡോക്യുമെന്ററിയുമായിട്ട് സർവീസ് സംഘടന തന്നെ വീണ്ടും രംഗത്ത് എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. അതിന്റെ ഷൂട്ടിംഗ് ഒക്കെ തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഏകദേശം 15 ലക്ഷത്തോളം രൂപ ഡോക്യുമെന്ററിക്ക് വേണ്ടിയിട്ട് ചെലവാകും എന്നുള്ളതാണ് പ്രാഥമികമായിട്ട് ലഭിക്കുന്ന വിവരം എന്ന് പറയുന്നത്. എന്തായാലും വാഴ്ത്തുപാട്ടിന് പിന്നാലെ മുഖ്യമന്ത്രിയെ കുറിച്ചുള്ള ഡോക്യുമെന്ററിയും പുറത്ത് ഇറങ്ങാൻ പോകുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന് നേതൃത്വം കൊടുക്കുന്നത് സെക്രട്ടേറിയറ്റിലെ CPM സർവീസ് സംഘടനയായിട്ടുള്ള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ ആണ് എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. കാരണം ഇതിനു മുൻപ് മുഖ്യമന്ത്രിയെക്കുറിച്ചുള്ള വാഴ്ത്തുപാട്ട് തയ്യാറാക്കി അവതരിപ്പിച്ചവരാണ്. ഇപ്പോൾ വീണ്ടും മുഖ്യമന്ത്രിയെക്കുറിച്ചുള്ള ഒരു ഡോക്യുമെന്ററി പുറത്തിറക്കാൻ പോകുന്നു. പിണറായി വിജയൻ ദി ലെജൻഡ് എന്ന പേരോട് കൂടിയാണ് ഡോക്യുമെന്ററി പുറത്തിറങ്ങുന്നത്. അത് ഈ മാസം 21-ന് തന്നെ ഡോക്യുമെന്ററിയുടെ റിലീസിംഗ് ഉണ്ടാകുമെന്നുള്ളതാണ് അറിയുന്നത്. കാളിദാസ്, പിണറായി വിജയൻ ദി ലെജൻഡ് എന്ന പേരിൽ മുഖ്യമന്ത്രിയെ കുറിച്ച് ഡോക്യുമെന്ററി ഇറക്കാൻ ഒരുങ്ങുകയാണ് സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ. സൂര്യ, അതോടൊപ്പം ഈ ഒരു സംഘടനയിൽ സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ CPIM അനുകൂല സംഘടനയാണ്. ഈ അസോസിയേഷനുള്ളിൽ പൊട്ടിത്തെറി ഉണ്ടായി എന്നുള്ള തരത്തിൽ വിവരങ്ങളൊക്കെ ലഭിക്കുന്നു. അതിനെ തുടർന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി KN അശോകുമാറിനെ നീക്കിയെന്നുമൊക്കെ ചില സൂചനകളും അഭ്യൂഹങ്ങളും ഒക്കെ കേൾക്കുന്നുണ്ട്. എന്താണ് ഈ ഒരു പൊട്ടിത്തെറിക്ക് പിന്നിലെ കാരണം എന്നുള്ളതൊക്കെ വ്യക്തമാകുന്നുണ്ടോ? കാളിദാസ്, സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷന്റെ കൗൺസിൽ യോഗം ഇന്ന് AKG സെന്ററിൽ ചേർന്നിട്ടുണ്ടായിരുന്നു. ഈ യോഗത്തിലാണ് അകത്ത് ഭിന്നതയുണ്ടായി. അതേ തുടർന്ന് ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള KN അശോക് കുമാറിന്റെ നേതൃത്വത്തിലുള്ള ഒരു വിഭാഗം ഈ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നേരത്തെ തന്നെ അസോസിയേഷനുമായിട്ട് KN അശോക് കുമാർ ഈ സംഘടനയുമായിട്ട് പ്രവർത്തിക്കുന്നില്ല, അല്ലെങ്കിൽ ഈ സെക്രട്ടേറിയറ്റ് യോഗങ്ങളിൽ ഉൾപ്പെടെ അശോക് കുമാർ പങ്കെടുക്കാറില്ല എന്നുള്ള വിമർശനം അത് സംസ്ഥാന അധ്യക്ഷന്റെ ഭാഗത്ത് നിന്ന് തന്നെ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. അതേ തുടർന്ന് KN അശോക് കുമാറിനെ നീക്കാനുള്ള തീരുമാനവും എടുത്തിട്ടുണ്ടായിരുന്നു. ആ അജണ്ട ഇന്നിപ്പോൾ കൗൺസിൽ യോഗം ചേർന്നപ്പോൾ വീണ്ടും ഇട്ടതാണ് KN അശോക് കുമാറിനെ പ്രകോപിതനാക്കിയത്. യോഗത്തിൽ നിന്ന് അദ്ദേഹം പോകുകയായിരുന്നു. ഏകദേശം 50ഓളം പേർ ഇറങ്ങിപ്പോയി എന്നുള്ളതാണ് അശോക് കുമാർ വിഭാഗം പറയുന്നത്. പക്ഷേ ഇല്ല, അശോക് കുമാറും ഒരു 3 പേര് മാത്രമാണ് യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയത് എന്നുള്ളതാണ് സംസ്ഥാന അധ്യക്ഷന്റെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്ന പ്രതികരണം. എന്തായാലും ഈ ഡോക്യുമെന്ററിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയമല്ല ഈ സംഘടനയ്ക്കകത്ത് ഇപ്പോൾ ഭിന്നത ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ തന്നെ ഈ അസോസിയേഷന്റെ സംസ്ഥാന അധ്യക്ഷന്റെയും അതുപോലെ തന്നെ സംസ്ഥാന ജനറൽ സെക്രട്ടറി, 2 വിഭാഗങ്ങൾ തമ്മിൽ നേരത്തെ തർക്കങ്ങൾ ഉണ്ടായിരുന്നു. അതേ തുടർന്നുള്ള ഭിന്നതയാണ് ഇന്നിപ്പോൾ കൗൺസിൽ യോഗത്തിൽ ഉണ്ടായത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള KN അശോക് കുമാറും 3 പേരും ഈ കൗൺസിൽ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. AKG സെന്ററിലാണ് ഇന്ന് കൗൺസിൽ യോഗം നടന്നിട്ടുണ്ടായിരുന്നത്. ശരി, സൂര്യഗായത്രിയാണ് വിവരങ്ങൾ നൽകിയത്.